നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. आज पूरा हिंदुस्तान जानता है, अरे पूरी दुनिया भी मानती है कि मोदी की गारंटी मतलब गारंटी पूरा होने की भी गारंटी. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എല്ലാ വേദികളിലുമെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന വാചകമാണ് മോദിക്ക് ഗ്യാരണ്ടി അഥവാ മോദിയുടെ ഉറപ്പ്. സ്ത്രീകളോടും യുവാക്കളോടും പാവങ്ങളോടുമെല്ലാം തൻ്റെ സർക്കാർ ഉറപ്പ് പാലിച്ചുവെന്നും പറയുന്നതെല്ലാം നടപ്പാക്കുന്നയാളാണ് താനെന്നും മോദി ആണയിടുന്നു. പക്ഷേ മോദിക്ക് ഗ്യാരണ്ടി എന്ന ആ വാചകം ഏതോ PR കമ്പനി പരുവപ്പെടുത്തിയ പൊള്ളയായ പരസ്യവാചകം മാത്രമാണെന്ന് അറിയണമെങ്കിൽ ഹരിയാന അതിർത്തിയിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. 2014 മുതൽ ഇങ്ങോട്ട് മോദി നൽകിയ ഉറപ്പുകളൊന്നും നടപ്പാക്കാത്തതുകൊണ്ട് ഊർധ്വശ്വാസം വലിക്കുന്ന രാജ്യത്തെ കർഷക സമൂഹം ഭരണകൂടത്തിനെതിരെ വീണ്ടും തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. ആദ്യഘട്ട സമരം ഒത്തുതീർപ്പാക്കിയപ്പോൾ പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പായില്ല എന്ന് കർഷകർ പറയുമ്പോൾ മോദിക്ക് ഗ്യാരണ്ടി എന്ന വാചകം എത്ര വലിയ തട്ടിപ്പാണെന്ന് നമുക്ക് ശരിക്കും പിടികിട്ടും. 2014 പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള രഥമുരുട്ടുമ്പോൾ മോദി പ്രഖ്യാപിച്ച കാര്യമാണ് ഉൽപാദന ചെലവും അതിൻ്റെ പകുതിയും ചേർത്തുള്ള തുക താങ്ങുവിലയായി പ്രഖ്യാപിക്കുമെന്ന്. ഇന്നിപ്പോൾ അതേ മോദി തന്നെ അത് പ്രായോഗികമല്ലെന്ന് പറയാതെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നു. കർഷകൻ്റെ വരുമാനം ഇരട്ടിയാക്കുമെന്നും വൈദ്യുതി മേഖലയിലടക്കം കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ നയങ്ങൾ കൊണ്ടുവരുമെന്നുമെല്ലാം പറഞ്ഞ മോദി കോർപ്പറേറ്റുകളെ കണ്ടപ്പോൾ കവാത്തു മറന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2014 പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ മോദിയും BJPയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? ലോകത്ത് പലയിടത്തായി ഒളിച്ചു വച്ചിരിക്കുന്ന ഇന്ത്യക്കാരുടെ കള്ളപ്പണം പിടിച്ചെടുത്ത് തിരികെ കൊണ്ടുവന്നാൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതമെങ്കിലും നിക്ഷേപിക്കാൻ ഉണ്ടാകുമെന്നാണ്. പാവപ്പെട്ടവൻ്റെ അക്കൗണ്ടിൽ പണമിടാത്തത് പോട്ടെ, എത്ര കള്ളപ്പണം തിരികെ കൊണ്ടുവന്നു നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ ഗൗതം അദാനി അടക്കം കോടാനുകോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഉയർന്നു വന്നപ്പോൾ മൗനം അവലംബിച്ച ഭരണകൂടം കള്ളപ്പണവേട്ട എന്ന പ്രഖ്യാപനം തന്നെ സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞു. ആർക്കൊക്കെ എവിടെയൊക്കെ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്ന വിവരങ്ങൾ പോലും പൂർണ്ണമായും പുറത്തുവിടാൻ സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല എന്നോർക്കണം. നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന 2 സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കിയിട്ടും കള്ളപ്പണക്കാർ വിഘ്നങ്ങളില്ലാതെ സസുഖം വാഴുന്നു. മോദി ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാന ലംഘനങ്ങളുടെ പട്ടിക എടുത്താൽ അതിലേറ്റവും മുൻപന്തിയിലുള്ളവയിലൊന്ന് കർഷകരോട് ചെയ്ത വിശ്വാസവഞ്ചനയാണ്. ഒരു സമൂഹം എന്ന നിലയിലും ഒരു സമ്പദ്ഘടന എന്ന നിലയിലും കൃഷിക്കാരെ ഒട്ടും മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ രാജ്യത്തിന്. ഭക്ഷണത്തിനുള്ള അരിയും ഗോതമ്പും കരിമ്പും പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും മാത്രമല്ല, ഉടുപ്പുകൾ ഉണ്ടാക്കാനുള്ള പരുത്തി ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരാണ്. വ്യവസായ മേഖലകളിൽ പലതിനുമുള്ള ഉൽപ്പന്നങ്ങൾ ഒരുക്കുന്നത് കർഷകരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പദ്ഘടനയുടെ പ്രധാന ഊർജ സ്രോതസ്സാണ് കൃഷിയെന്ന് മനസ്സിലാക്കണം. ആ കാർഷിക മേഖല ഇന്ന് അതിജീവിക്കാൻ പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ ഭരണകൂടം എന്തു ചെയ്യുകയാണ്? ഉൽപാദന ചെലവിൻ്റെ പാതി പോലും കിട്ടാതെ കൃഷി ചെയ്തുണ്ടാക്കിയവയെല്ലാം ഇടനിലക്കാരൻ്റെ ഇഷ്ടത്തിനൊപ്പിച്ച് വിറ്റുകളയാനോ വഴിയിൽ തള്ളാനോ ഒക്കെ വിധിക്കപ്പെട്ടവരാണ് ഇന്ന് രാജ്യത്തെ കർഷകർ. സവാളയ്ക്ക് വില ഇടിഞ്ഞതിനെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ഉത്തരേന്ത്യയിലെ കർഷകനെ നമുക്ക് ഓർമ്മയുണ്ട്. ഓരോ വ്യവസായത്തിലും ഉൽപ്പന്നമുണ്ടാക്കുന്നയാളാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നതെങ്കിൽ കൃഷിക്കാരൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. താൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കാൻ അയാൾക്ക് കഴിയുന്ന സ്ഥിതിയല്ല ഇന്ത്യയിലുള്ളത്. ഇടനിലക്കാരും കോർപ്പറേറ്റുകളുമാണ്
ഓരോ സീസണിലും ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. അവയാകട്ടെ മിക്കപ്പോഴും ഉൽപ്പാദന ചെലവിൻ്റെ പരിസരത്ത് പോലും വരുന്നതുമില്ല. കാർഷിക മേഖലയുടെ നടുവൊടിക്കുന്ന ഈ വ്യവസ്ഥ മാറണമെന്നും ഓരോ ഉൽപ്പന്നത്തിനും താങ്ങുവില നിർബന്ധമാക്കണമെന്നും അത് നിയമപരമായി വ്യവസ്ഥ ചെയ്യണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. 2021 ഐതിഹാസികമായ കർഷക സമരം ഉരുവം കൊള്ളുന്നത് ഈ മൂർത്തമായ സാഹചര്യത്തിലാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങളായിരുന്നു സമരത്തിനുള്ള ദ്രുതപ്രകോപനമെങ്കിലും ആ സമരത്തിനുള്ള പശ്ചാത്തലം വളരെ വലുതായിരുന്നു. 1 വർഷത്തിലധികം നീണ്ടുനിന്ന സന്ധിയില്ലാ സമരത്തിന് മുന്നിൽ നരേന്ദ്രമോദിക്ക് കീഴടങ്ങേണ്ടി വന്നു. വിഘടനവാദികളുടെ സമരമെന്നും വിദേശികളുടെ ഫണ്ട് വാങ്ങിയ സമരമെന്നും സമ്പന്നരുടെ നാടകമെന്നും ഒക്കെ വിളിച്ച് ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും BJPയുടെ പതിവ് തന്ത്രങ്ങളെല്ലാം പാളി. കേന്ദ്രം മുട്ടുമടക്കി. പക്ഷേ അപ്പോഴും താങ്ങുവില ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. അഥവാ താങ്ങുവിലയെക്കുറിച്ച് മോദി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല. അന്ന് രൂപീകരിച്ച സംയുക്ത കിസാൻ മോർച്ചയിലെ സംഘടനകൾ ചേർന്നാണ് ഇന്നിപ്പോൾ 2ാം ഘട്ട സമരത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. സമ്പന്നരുടെ സമരമെന്നും ബെൻസ് കാറിൽ വരുന്നവരുടെ പ്രക്ഷോഭവും ഒക്കെ ഇത്തവണയും ആക്ഷേപമഴ കാണുന്നുണ്ട്. നോക്കൂ, പഞ്ചാബ്, പശ്ചിമ UP, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ സമരത്തിലുള്ളത്. ഭക്രാനങ്കൽ അണക്കെട്ടിൽ നിന്നും ഗംഗയിൽ നിന്നും ജലസേചനം നടത്തുന്ന, രാജ്യത്തെ ഏറ്റവും അധികം വിള ഉൽപ്പാദിപ്പിക്കുന്ന സംഘടിതരായ കൃഷിക്കാരാണ് അവർ. അവരുടെ സമരത്തിന് ആ സംഘടിത സ്വഭാവത്തിൻ്റെ കരുത്തുണ്ടാവും. കൃഷിക്കാരെന്നാൽ അഷ്ടിക്ക് നിവൃത്തിയില്ലാത്ത ദാരിദ്ര്യക്കോലങ്ങളായിരിക്കണം എന്ന നമ്മുടെ പഴയ പാരമ്പര്യ ഫ്യൂഡൽ ചിന്ത മാറ്റിവെച്ചാലേ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ നമുക്ക് ശരിയായി കാണാൻ കഴിയും. 2ാം ഘട്ട സമരത്തിൽ കർഷകർ ഉയർത്തുന്ന പ്രധാന ആവശ്യം താങ്ങുവില തന്നെയാണ്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, കടങ്ങൾ എഴുതിത്തള്ളുക, കാർഷിക മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന അന്താരാഷ്ട്ര കരാറുകളിൽ നിന്ന് പിൻവാങ്ങുക, കൃഷിക്കാർക്കും കർഷക തൊഴിലാളികൾക്കും മിനിമം 5000 രൂപയെങ്കിലും പെൻഷൻ ഏർപ്പാടാക്കുക എന്നീ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം താങ്ങുവില ഉറപ്പുവരുത്തുക എന്നതാണ്. ഉൽപ്പാദന ചെലവ് ഓരോ കർഷകനും കിട്ടുന്നുവെന്ന് ഗ്യാരണ്ടി വേണം. ഒപ്പം അധ്വാനത്തിൻ്റെ കൂലിയായി ഒരു വിഹിതം അധികവും. അങ്ങനെ വില ഉറപ്പിക്കാൻ കഴിയുന്ന സംവിധാനം നിയമം മൂലം സ്ഥാപിതമാകണമെന്നതാണ് അവരുടെ ആവശ്യം. തങ്ങളുടെ അധ്വാനം ഉൾപ്പെടെയുള്ള മൂലധനവും പലിശയും തിരികെ കിട്ടുക എന്നത് ഏതൊരു ബിസിനസ്സിൻ്റെയും അടിസ്ഥാന മാനദണ്ഡമാണ് എന്നിരിക്കെയാണ് മോദി ഭരണകൂടം ഇന്നിപ്പോൾ മുൻ വാഗ്ദാനങ്ങളെല്ലാം മറന്ന് അതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നത്. ന്യായമായ വില ലഭിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് രാജ്യത്തെ കാർഷിക മേഖല ഇന്ന് വലിയ ദുരിതക്കയത്തെ അഭിമുഖീകരിക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്രരും അസംഘടിതരുമായ തൊഴിലാളികളാണ് അതിൻ്റെ ഇരകൾ. ഇപ്പോൾ സമരരംഗത്തുള്ളവർ പ്രക്ഷോഭശേഷിയുള്ളവരാണ്. എന്നാൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരിൽ സാധാരണക്കാരായ കർഷകർ ആ സമരത്തിൻ്റെ വിജയം കാത്ത് ദുരിത ജീവിതം നയിക്കുന്നുണ്ട് എന്നോർക്കണം. എന്നാൽ കർഷകരോട് നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ആവർത്തിക്കുന്ന ഭരണകൂടം അവരുടെ സമരത്തെ ശത്രു രാജ്യത്തോടെന്ന പോലെ സമീപിക്കുന്നതാണ് ഇപ്പോൾ നാം കാണുന്ന സംഗതി. ദേശീയപാത പോലും കുഴിച്ച് കോൺക്രീറ്റ് മതിലുകളും മുള്ളുവേലികളും സ്ഥാപിച്ചിരിക്കുന്നു സർക്കാർ. ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കർഷകർ ഡൽഹിയിൽ കടക്കുന്നത് തടയാൻ നിയോഗിച്ചിരിക്കുന്നു. കർഷകരുടെ വാഹനങ്ങൾ കടന്നു വരാതിരിക്കാൻ വഴിയിലാകെ ഇരുമ്പാണികൾ നാട്ടി നിർത്തിയിരിക്കുന്നു. നദി കടന്നു വരാതിരിക്കാൻ മണൽ വാരി നദിയുടെ ആഴം കൂട്ടി. നിരോധനാജ്ഞയും കണ്ണീർ വാതകങ്ങളും വെടിവെപ്പുകളും വേറെ. രാജ്യത്ത് ആദ്യമായി സമരക്കാർക്ക് നേരെ ഡ്രോണുകളിൽ നിന്ന് കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. കാഴ്ചശക്തി നഷ്ടപ്പെടും വിധം മാരക വിഷമുള്ള 100 കണക്കിന് ഷെല്ലുകളാണ് സമരക്കാർക്ക് മേലെ പ്രയോഗിച്ചത്. റബ്ബർ പെല്ലറ്റുകൾ വേറെ. മുന്നറിയിപ്പില്ലാതെ കർഷക മാർച്ചിനു നേരെ നടത്തിയ വെടിവെപ്പിൽ പഞ്ചാബ് സ്വദേശിയായ കർഷകൻ കൊല്ലപ്പെട്ടു. ഇതോടെ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായ കർഷകരുടെ എണ്ണം 4 നിരവധി പേർക്ക് കാഴ്ചയ്ക്ക് ഗുരുതര പരിക്കുകളേറ്റു. 300ഓളം പേർക്ക് സാരമായി പരിക്കേറ്റു. കഴിഞ്ഞ തവണ എങ്ങനെയാണോ കർഷകരെ കൈകാര്യം ചെയ്തത് അതിലും അപ്പുറത്തെ ശത്രുതാ മനോഭാവം ഇത്തവണ കാണാം. 2021 ഒക്ടോബറിൽ
കർഷക മാർച്ചിനു നേരെ കേന്ദ്രമന്ത്രി അജയ് കുമാർ മിശ്രയുടെ മകനും ഗൂണ്ടകളും നടത്തിയ അതിക്രമത്തിൽ കർഷകർ കൊല്ലപ്പെട്ടത് നമുക്ക് ഓർമ്മയുണ്ട്. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒരു കർഷകൻ്റെയും ഒരു സമരക്കൊടി തലസ്ഥാനത്തിൻ്റെ പരിസരത്തെങ്ങും കണ്ടുപോകരുത് എന്ന നിർബന്ധമാണ് സർക്കാരിനെ നയിക്കുന്നത്. അദാനിയും അംബാനിയും പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ കാർഷിക മേഖലയിലേക്ക് കണ്ണുവച്ച് വലിയ ചുവടുവയ്പ്പുകൾ ഇതിനകം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം കൊണ്ടുവന്ന 3 നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലമൊരുക്കാനായിരുന്നുവെന്ന് അരിയും ഗോതമ്പും കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. അത് പിൻവലിക്കേണ്ടി വന്നുവെങ്കിലും കോർപ്പറേറ്റുകളോടുള്ള അനുഭാവം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വ്യാപകമായി കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടി വലിയ എയർ കണ്ടീഷൻഡ് വെയർഹൗസുകളിൽ അവ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ച് ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള വിലയ്ക്ക് വിറ്റഴിക്കുക എന്ന തന്ത്രം പ്രധാന കോർപ്പറേറ്റുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. തുച്ഛമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള അവരുടെ സൗകര്യത്തെ താങ്ങുവില നിയമം കൊണ്ട് പ്രയാസപ്പെടുത്താൻ മോദി ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. താങ്ങുവില നിയമം നടപ്പാക്കിയാൽ അത് ഖജനാവിന് താങ്ങാനാകാത്ത ഭാരം സൃഷ്ടിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ മറ്റൊരു വ്യാഖ്യാനം. കോർപ്പറേറ്റുകൾക്ക് ശതകോടികളുടെ നികുതി ഇളവ് നൽകിയ വലിയ വരുമാനം വേണ്ടെന്ന് വെച്ച പ്രതിമ നിർമ്മാണത്തിനും പ്രതീതി നിർമ്മാണത്തിനും കോടാനുകോടികൾ വലിച്ചെറിയുന്ന ഒരു സർക്കാർ കർഷകരുടെ കാര്യം വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. രാജ്യത്തെ 20 കോടിയോളം വരുന്ന കർഷകർ നേരിട്ടും ജനസംഖ്യയിലെ 45% പേർ പരോക്ഷമായും ബന്ധപ്പെടുന്ന മേഖലയാണ് കൃഷി. നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമമേഖല ഏതാണ്ട് പൂർണ്ണാർത്ഥത്തിൽ കാർഷികാനുബന്ധ വ്യവസായങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ കാർഷിക പ്രതിസന്ധി രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുമെന്ന് സർക്കാർ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ടും അവഗണിക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിലെ ഏറ്റവും വലിയ അപകടം. കർഷകരോടുള്ള സർക്കാരിൻ്റെ സമീപനം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2ാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് കണ്ടാലും മതിയാകും. കാർഷിക മേഖലയിൽ എല്ലാം ഗംഭീരമായി നടക്കുന്നുവെന്ന് അവകാശപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ സർക്കാരിൻ്റെ രേഖകൾ തന്നെ രാജ്യത്തെ കർഷകർ വലിയ കെടുതി അനുഭവിക്കുന്നുണ്ട് എന്ന് വെളിവാക്കി തരുന്നുണ്ട്. കാർഷിക വിളകളിൽ വളരെ വലിയ കുറവുണ്ടാകുന്നത് കർഷകരുടെ വരുമാനത്തിൽ ഇടിവുണ്ടാക്കുന്നുണ്ട്. കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലുമുള്ള നാണയച്ചുരുക്കം 2004-നും 2014-നും ഇടയ്ക്ക് 9% വരെ വർധന താങ്ങുവിലയിൽ ഉണ്ടായെങ്കിൽ 2014-നും 2023-24-നും ഇടയ്ക്ക് അത് 5% കുറയുകയാണ് ചെയ്തത്. അതായത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൽ രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നായിരുന്നു മോദിയുടെയും BJPയുടെയും വാഗ്ദാനം. എന്നാൽ മോദി ഭരണകാലത്ത് കർഷകരുടെ വരുമാനം ഇരട്ടിയായില്ലെന്ന് മാത്രമല്ല, കൃഷി പ്രധാന വരുമാനമാക്കിയ കുടുംബങ്ങളുടെ വരുമാനം 2013-നും 2019-നും ഇടയ്ക്ക് 1.5% ഇടിയുകയും ചെയ്തു. കൃഷിക്കാവശ്യമായ സൗകര്യങ്ങളുടെ ചെലവേറിയതും ഇതിന് പ്രധാന കാരണമാണ്, പ്രത്യേകിച്ച് രാസവളത്തിൻ്റെ വില. പക്ഷേ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രചരണത്തിനാണ് ശ്രമിക്കുന്നത്. കാർഷിക മേഖല വളരുകയാണെന്നും അത് സർക്കാരിൻ്റെ നേട്ടമാണെന്നും അവരവകാശപ്പെടുന്നു. സ്വാഭാവിക വളർച്ചാ സൂചികകളെ സർക്കാരിൻ്റെ നേട്ടമാക്കി കണക്കാക്കുന്ന മന്ത്രി വളർച്ചയിലെ ദുർബലതകളെ അഭിസംബോധന ചെയ്യുന്നുമില്ല. കാർഷിക രംഗം നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളെ നേരിടാൻ പ്രതീക്ഷാനിർഭരമായ ഭാവനാപൂർണമായ ഒരു പദ്ധതിയും നമ്മുടെ ബജറ്റിലില്ല. കർഷകർക്കുള്ള ക്ഷേമ പദ്ധതികളോ പ്രത്യേക നിക്ഷേപാശയങ്ങളോ വന്നേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതൊന്നും ഉണ്ടായില്ല. കർഷകരെ പരിഗണിക്കാതെയും തെരഞ്ഞെടുപ്പ് ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസം സർക്കാരിനെ നന്നായി പിടികൂടിയതുപോലെ തോന്നി ബജറ്റ് പ്രസംഗം കണ്ടപ്പോൾ. കൃഷിയിലെ പ്രധാന പദ്ധതികളൊക്കെയും കടുത്ത വെട്ടിന് ഇരയാകുന്നു എന്നതാണ് എടുത്തു കാണേണ്ട മറ്റൊരു സംഗതി. രാസവള സബ്സിഡി 2023-24 1.9 കോടി രൂപയായിരുന്നത് 2024-25 1.6 ലക്ഷം കോടി രൂപയായി കുറച്ചിരിക്കുന്നു മോദി സർക്കാർ. ഭക്ഷ്യ സബ്സിഡി 2023-24 2.1 ലക്ഷം കോടി രൂപയായിരുന്നത് 2024-25 2 ലക്ഷം കോടിയാക്കി കുറച്ചു.
പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയ്ക്കായുള്ള വകയിരുത്തൽ 2023-24 17,000 കോടി രൂപയായിരുന്നത് 24-25 12,000 കോടി രൂപയാക്കി വെട്ടിക്കുറച്ചിരിക്കുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി ചെലവഴിക്കപ്പെട്ടത് 90,000 കോടി രൂപയായിരുന്നെങ്കിൽ 24-25 വകയിരുത്തൽ 86,000 കോടിയാക്കി ചുരുക്കിയിട്ടുണ്ട്. PM കിസാൻ പദ്ധതിയിലെ പണം 2019 എത്രയായിരുന്നോ ഒരു മാറ്റവും വരുത്താതെ അതുതന്നെ തുടരുകയാണ് സർക്കാർ. കാർഷിക മേഖല നേരിടുന്ന ആഴമുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂടുതൽ നവീനമായ ആശയങ്ങളും പദ്ധതികളും നിക്ഷേപവും ആവശ്യമാണ്. എന്നാൽ അത്തരമൊരു ഊന്നൽ മോദി സർക്കാരിൻ്റെ പൊതുനയത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അത് ബജറ്റിലും കാണാനായില്ല. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുടെ ബലത്തിൽ തെരഞ്ഞെടുപ്പിൽ ഈസിയായി ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കർഷക സമരം മോദിക്ക് കുറുകെ നടന്നു വരുന്നത്. അത് വേഗത്തിൽ പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മോദി ഒരുക്കമല്ല. അല്ലെങ്കിൽ കോർപ്പറേറ്റ് താൽപ്പര്യത്തിനെതിരായി കർഷകരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയാത്ത വിഷമവൃത്തത്തിലാണ് പ്രധാനമന്ത്രി ഉള്ളത് എന്നും പറയാം. മുമ്പ് പറഞ്ഞ പോലെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ പ്രകാരം മിനിമം താങ്ങുവില നിശ്ചയിച്ച് കാർഷിക സർക്കാർ സംഭരിക്കുമെന്ന് മോദി പലയിടത്തും പ്രസംഗിച്ചിരുന്നു. BJPയുടെ പ്രകടന പത്രികയിലും ഇതുണ്ടായിരുന്നു. 10 വർഷത്തെ ഭരണത്തിന് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും 2014 ഉറപ്പ് നടപ്പാക്കാതെ മറ്റെന്തൊക്കെയോ പ്രസംഗിക്കുന്നു മോദിയും നിർമ്മല സീതാരാമനും മറ്റ് BJP നേതാക്കളും. കർഷകരോട് നേരിട്ട് സംസാരിക്കാൻ മോദി ഒരു ഘട്ടത്തിലും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം അതിനെ ഭയപ്പെടുകയാണ്. പഴയ പ്രസംഗങ്ങൾക്ക് അവരോട് എന്തു മറുപടി പറയുമെന്ന ആധി മോദിക്കുണ്ടാകാം. 4 തവണ ചർച്ച നടന്നെങ്കിലും കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സർക്കാർ കർഷക സംഘടനകളെ പ്രദേശങ്ങളുടെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ എങ്ങനെ തരം തിരിച്ച് സമരം പൊളിക്കാം എന്നാണ് ആലോചിക്കുന്നത് എന്ന് തോന്നുന്നു. കരാർ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തയ്യാറാകുന്ന കർഷകരിൽ നിന്ന് 5 പ്രത്യേക വിളകൾ മിനിമം താങ്ങുവില നൽകി 5 വർഷത്തേക്ക് വാങ്ങാൻ NCCF-ഉമായും NAFED-ഉമായും കരാറുണ്ടാക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു വാഗ്ദാനം. ഇതിന് പിന്നിലും 2 പ്രശ്നങ്ങളുണ്ട്. കർഷകരെ കരാർ തൊഴിലാളികളാക്കി മാറ്റുകയാവും ഇതുവഴി കേന്ദ്രം ചെയ്യുക എന്ന പ്രശ്നം ഇതിനകം തന്നെ കർഷക സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുത്ത വിളകളെ പട്ടികയാക്കി തരംതിരിക്കുന്നത് കർഷകരെ പ്രദേശങ്ങളായി ഭിന്നിപ്പിക്കാനുള്ള കുറുക്കുവഴിയാണെന്നും അവർ ആശങ്കപ്പെടുന്നു. കഴിഞ്ഞ തവണത്തെ കർഷക സമരത്തെ അപകീർത്തിപ്പെടുത്താൻ സെലിബ്രിറ്റികളുടെ വലിയൊരു പടയെ തന്നെ BJP രംഗത്തിറക്കിയിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ വിദേശികൾ ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ അടക്കമുള്ള കായിക താരങ്ങളുടെ ട്വിറ്ററിലെ എഴുത്ത്. കർഷക സമരം വിദേശ ഗൂഢാലോചനയാണെന്ന സംഘപരിവാർ പ്രചാരണത്തിന് ബലം കൊടുക്കുകയായിരുന്നു അവർ. എന്നാൽ അത്തരം പ്രചരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് മോദി തന്നെ കർഷകരോട് സന്ധിയാകുന്നത് നാം പിന്നീട് കണ്ടു. വിദേശ ഗൂഢാലോചനയിൽ രൂപം കൊണ്ട സമരമാണെങ്കിൽ പിന്നെ എന്തിനതിനോട് സന്ധിയായി എന്ന ചോദ്യത്തിന് മുന്നിൽ സച്ചിനും അമിതാഭ് ബച്ചനുമൊക്കെ എളിഭ്യരായി. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കർഷകർക്ക് അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങേണ്ടി വരുമ്പോൾ എവിടെയാണ് ഈ ഭരണകൂട ദാസ്യരായ സെലിബ്രിറ്റികൾ? കർഷകർക്ക് വേണ്ടി എവിടെയും സംസാരിക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിനെതിരെ ഉറഞ്ഞു തുള്ളിയ നമ്മുടെ ഒരു നടന് മോദി ഭരണത്തിനെതിരായ കർഷക സമരത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടണമെന്ന് തോന്നുന്നില്ല. ഇത്തവണയും സമരത്തിൻ്റെ മെറിറ്റിനെ മറച്ചുവെക്കാനുള്ള പല ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട പല പോസ്റ്റുകളും നീക്കണമെന്ന് എക്സിനോട് ആവശ്യപ്പെട്ടത് തന്നെ പ്രധാന ഉദാഹരണം. സർക്കാരിൻ്റെ തിട്ടൂരം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമാണെന്ന് എക്സ് പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക് PR ഏജൻസികളുടെ പൊള്ളയില്ലാ വായ്ത്താരിയാണെന്ന് മനസ്സിലാക്കാൻ കർഷകരുടേതടക്കം ഡസൻ കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെടുക്കാനാകും. 2022 എത്തുമ്പോഴേക്ക്, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനം പൊള്ളയായി ഒടുങ്ങുന്നത് നാം കണ്ടു. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒരു കർഷകനും രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നാണ് BJPയുടെ ഒരു മന്ത്രി 2 വർഷം മുൻപ് പാർലമെൻറ്റിൽ പറഞ്ഞത്. പക്ഷേ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം മാത്രം 2014 മുതൽ 2020 വരെ 43,181 കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു. യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ, ഇന്ധന വിലകൾ കുറയ്ക്കുന്നതിൽ, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ,
പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ, ചെറുകിട കച്ചവട മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിൽ എല്ലായിടത്തും ഗ്യാരണ്ടി മറന്ന് കതകിന് പിന്നിലൊളിച്ച ചരിത്രമാണ് നമ്മുടെ ഭരണകൂടത്തിന്. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് സംസാരിക്കേണ്ടതും ഉറക്കെ ചോദിക്കേണ്ടതും ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മോദി ഭരണകൂടം എത്രത്തോളം കർഷക വിരുദ്ധമായ നയങ്ങൾ പിൻപറ്റുന്നുവെന്നറിയാൻ ഈ കാലത്ത് നടന്ന സമരങ്ങളുടെ കണക്കെടുത്താൽ മാത്രം മതി. മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ആഴമില്ലാത്ത പോപ്പുലിസ്റ്റ് പ്രഖ്യാപനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ രാജ്യത്തെ കാർഷിക പ്രതിസന്ധിയെ ശരിയാവണ്ണം അഭിസംബോധന ചെയ്തിട്ടില്ല മോദി സർക്കാർ. പൗരത്വ സമരത്തെ ചാപ്പയടിച്ചതുപോലെ, പ്രതിപക്ഷ സമരങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിറത്തിൽ മുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കർഷക സമരത്തെ ഒതുക്കലെന്ന് മോദിക്കും BJPക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ സമരത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ സർക്കാർ നിർബന്ധിതമാകും. രാജ്യത്താകമാനമുള്ള മനുഷ്യർക്ക് ആവേശം നൽകുന്നതാണ് കർഷക സമരമെന്നതും എടുത്തു പറയേണ്ട സംഗതിയാണ്. തെരുവ് നിറയുന്ന ജനാധിപത്യ സമരങ്ങൾക്കാണ് ജനവിരുദ്ധമായ ഭരണകൂട നയങ്ങളെ തിരുത്താൻ കഴിയുക. രാജ്യം ആവശ്യപ്പെടുന്നതും സന്ധിയില്ലാത്ത അത്തരം സമരമുഖങ്ങളെയാണ്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.